സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിത്യമേടെ എത്തി, അതിങ്ങടുത്ത്. വെൽക്കം മാം. താങ്ക് യു. കൃത്യസമയത്ത് തന്നെ മാഡം എത്തി. തന്റെ സ്വപ്ന സ്ഥാപനത്തിന്റെ ഇനോഗ്രേഷന് താൻ കുറിച്ച സമയം ഞാനായിട്ട് തെറ്റിക്കാൻ പാടില്ലല്ലോ, അല്ല രാഹുൽ? സമയം വൈകിക്കണ്ട, ആദ്യം ഇനോഗ്രേഷൻ നിർവഹിക്കട്ടെ, അത് കഴിഞ്ഞാവാം സംസാരം. ഇനോഗ്രേഷൻ കഴിഞ്ഞ ശേഷം ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് കീർത്തിയോട് സംസാരിക്കാനുണ്ട്. എന്താ മാഡം? പറയാം, ഇനോഗ്രേഷൻ കഴിയട്ടെ. വരൂ മാം. അങ്ങനെ പോലെ അല്ല, എന്താ ഇവിടെ? നിത്യ മാഡം വരുമെന്നറിയാൻ വന്നതാ, അല്ലാതെ ഉദ്ഘാടനം കാണാൻ വന്നൊന്നുമല്ല. അത് മനസ്സിലായി. നീയും കീർത്തിയും കെട്ടി മറിയുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ എന്റെ ആക്ടിങ് അല്ലേ. വേണമെങ്കിൽ എന്നാ മേഡം എന്ന് വിചാരിക്കും. അഭിനയിച്ച മടുത്തു, പെട്ടുപോയെന്റെ ഇളയമേ. ഇളയമ എന്തായാലും വന്നല്ലേ, ഇനി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ട് പോയാ മതി. രാഹുൽ എവിടെ? ഞാനിവിടെ. എല്ലാവരുടെയും സമ്മതത്തോടെ ഈ സരസ്വതി കലാക്ഷേത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. മേഡം, ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ കലാക്ഷേത്രയും താനും ലോകത്തിന്റെ നെറുകയിലെത്തട്ടെ. നീ നല്ല പുള്ളിയെ. കീർത്തിയുടെ ഡാൻസ് ട്രൂപ്പിൽ ചേരുമ്പോ നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞോ? ഒന്നുമല്ലെങ്കിലും ഞാൻ നിന്റെ ഗുരുനാഥയല്ലേ. നിന്നെ ഡാൻസ് പഠിപ്പിച്ചത് ഞാനല്ലേ. ടീച്ചർ എന്നെ ടീച്ചറിന്റെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതല്ലേ? എന്തിനാ പുറത്താക്കിയത്? ഒപ്പം ഡാൻസ് ചെയ്യുന്ന കുട്ടിയുടെ സ്വർണ്ണവള നീ മോഷ്ടിച്ചില്ലേ? അപ്പൊ ഞാൻ കൈയോടെ പിടിച്ചു. നിന്നെ പുറത്താക്കിയത് ശരിയാ, പക്ഷേ നീ മോഷ്ടിച്ച കാര്യം ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. എടി, അതിന്റെ നന്ദി വേണം. എന്തായാലും നീ ഇവിടെ ഉണ്ടല്ലോ, നിന്നെ കൊണ്ട് എനിക്ക് ചില ആവശ്യങ്ങളുണ്ടാവും. എവിടെ നിങ്ങളുടെ വീട്ടുകാരൊക്കെ? അവരെ ആരെയും കണ്ടില്ലല്ലോ. എന്റെ വീട്ടുകാരും സ്ഥലത്തില്ല. ഡൽഹിയില് ഒരു ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കെ. ഇന്ന് രാത്രി തിരിച്ചെത്തുള്ളൂ. പിന്നെ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുക എന്നത് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നല്ലോ മാഡം.
കീർത്തിയുടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും വരാൻ കഴിഞ്ഞില്ല. അമ്മാവൻ സുഖമില്ലാതെ ഹോസ്പിറ്റലാ. അവര് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. ഓ അത് സാരമില്ല, എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടല്ലോ, അത് മതി. ഇത് വിനിഷ, എന്റെ ഡാൻസ് ട്രൂപ്പിലെ കുട്ടിയാ. മിടുക്ക കേട്ടോ. താങ്ക് യു. മാഡം ഷൂട്ടിങ്ങിനായിട്ട് ഈ നാട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ട്. അതിനിടയിൽ ഒരു മുംബൈ യാത്രയുണ്ട്. ടൈം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. മറ്റന്നാൾ എന്റെ ബർത്ത്ഡേ. ഈവനിങ് ഒന്ന് വീട് വരെ വരണം. ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. ഓ അന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ വരാം. ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിപ്പോഴും പറഞ്ഞില്ല. പറയാം. കീർത്തിയുടെ മുന്നില് ഞാനൊരു ഓഫർ വെക്കുകയാണ്. ഞാൻ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ ഷൂട്ട് അടുത്ത മാസം തുടങ്ങുകയാണ്. അതില് ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാനൊരു അവസരം കീർത്തിക്ക് തന്നാലോ എന്ന് ആലോചിക്കുക. മാഡം, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടും ഡയറക്ടറും ഞാനും ചേർന്നാണ്. കീർത്തിയുടെ കാര്യം ഞാൻ സംസാരിച്ചിരുന്നു. ഇപ്പൊ തീരുമാനം എടുക്കാൻ അവരെനിക്ക് വിട്ടിരിക്കുക. കീർത്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. എങ്കിലും കീർത്തിയുടെ പെർഫോമൻസ് എനിക്കൊന്ന് കാണണം. എവിടെ വെച്ച് വേണം മാഡം പറഞ്ഞാൽ മതി, ഞാൻ റെഡി. കീർത്തി ഡാൻസേഴ്സിനെ വെച്ച് ഒരു പുതിയ ഡാൻസ് കമ്പോസ് ചെയ്യണം. എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് ഒരു പെൻഡ്രൈവിലേക്ക് എനിക്ക് തന്നാ മതി, ഞാൻ കണ്ടോളാം. മാഡം മറ്റന്നാളെന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വീട്ടിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ വീട്ടിൽ വെച്ച് തന്നെ കാണാം. TV മോണിറ്ററിൽ കാണാലോ. മാഡം അത് കാണണം. പിറന്നാൾ ആഘോഷത്തിന് അത് മാറ്റുകൂട്ടുമല്ലോ. ശരി ശരി. പിന്നെ ഇവിടെ സുഹൃത്തിന്റെ ഭാര്യ എന്നുള്ള പരിഗണനയൊന്നുമില്ല കേട്ടോ. കൊറിയോഗ്രഫി നന്നായ എനിക്കിഷ്ടപ്പെട്ട മാത്രമേ സിനിമയിൽ അവസരം കിട്ടൂ. മാഡത്തിന് ഇഷ്ടാവും. കീർത്തിക്ക് സിനിമയിൽ അവസരം കിട്ടുകയും ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. സത്യം പറയാലോ വിനിഷ, മനസമാധാനക്കേടുണ്ട്. എന്നോടും ഏട്ടത്തിയോടുള്ള വാശിക്ക കീർത്തി ഇത് തുടങ്ങിയത്. ഈ സരസ്വതി കലാക്ഷേത്രക്ക് തീ കൊളുത്തിയാൽ എന്താ ഞാനിപ്പോ ആലോചിക്കുന്നത്. ടീച്ചർ അകത്താവുന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. എന്തായാലും കീർത്തി ചേച്ചി എത്തേണ്ടടുത്തെത്തും. ഇപ്പൊ തന്നെ വലിയ ഓഫർ മുന്നിൽ വെച്ചിരിക്കല്ലേ നിത്യ മാഡം. ഞാൻ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ ഷൂട്ട് അടുത്ത മാസം തുടങ്ങുകയാണ്. അതില് ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാനൊരു അവസരം കീർത്തിക്ക് തന്നാലോ എന്ന് ആലോചിക്കുക. കീർത്തി ചേച്ചി സിനിമ കയറും, ഉറപ്പാ. ഓ എന്തൊരു വാശി അവൾക്ക്. എത്ര പെട്ടെന്നാ സ്വന്തമായിട്ട് ഒരു ഡാൻസ് ട്രൂപ്പിന്റെ ഉദ്ഘാടനം നടത്തിയത്, അതും പ്രശസ്തയായ സിനിമാ നടിയെ കൊണ്ട്. ഫോൺ തുറന്ന ഈ വാർത്ത മാത്രമേ കാണാനുള്ളൂ. കലാവതി ഡാൻസ് ട്രൂപ്പിന് കിട്ടേണ്ട വർക്കൊക്കെ ഇനി അവര് തട്ടിയെടുക്കോ എന്നുള്ള പേടിയല്ലേ ഇളയമ്മയ്ക്ക്? അത് മാത്രമല്ല സ്വപ്ന, വലിയൊരു ഓഫർ കിട്ടിയിട്ടുണ്ട് അവൾക്ക്. അതിലവള് വിജയിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്താ ഓഫർ? മറ്റന്നാൾ രാഹുലിന്റെ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവളുടെ ഡാൻസ് ട്രൂപ്പ് ഉദ്ഘാടനം ചെയ്ത മാഡം വരുന്നുണ്ട്. അതിന് കീർത്തി കൊറിയോഗ്രാഫ് ചെയ്ത ഏതെങ്കിലും ഒരു ഡാൻസ് അന്ന് മാഡം കാണും. മാഡത്തിന് അത് ഇഷ്ടമായാൽ മാഡം നായികയാവുന്ന പുതിയ സിനിമയിലെ ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്യുന്നത് കീർത്തിയായിരിക്കും. അതാണ് ഓഫർ.
സിനിമയുടെ ഡയറക്ടർ മാഡത്തിന്റെ സുഹൃത്താണ്. അവര് രണ്ടുപേരും ചേർന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അതാ ഇങ്ങനൊരു ഓഫർ നൽകിയത്. അവർക്കത് ഇഷ്ടാവണ്ടേ, എങ്കിലല്ലേ അവൾക്ക് അവസരം കിട്ടൂ. മാഡത്തിനത് ഇഷ്ടമാവും. കീർത്തി പ്രതിഭയുള്ളവളാ. അവൾ അവളുടെ ട്രൂപ്പിലെ അംഗങ്ങളെ വെച്ച് പ്രാക്ടീസ് തുടങ്ങിയെന്നാ എനിക്കറിയാൻ കഴിഞ്ഞത്. ഇളയമ്മയോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? വിനിഷ, കീർത്തിയുടെ ഡാൻസ് ട്രൂപ്പിലുള്ള കുട്ടിയെ. വിനിഷ എന്റെ ശിഷ്യ കൂടിയെ. രാഹുലിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് കീർത്തി സംഘവും ഇവിടെ ഡാൻസ് അവതരിപ്പിക്കുന്നോ? അതാണോ ഗസ്റ്റ് കാണുന്നത്? ഇവിടെ ഡാൻസ് ഒന്നും അവതരിപ്പിക്കുന്നില്ല. അവര് ഡാൻസ് ഷൂട്ട് ചെയ്ത് അത് പെൻഡ്രൈവിലാക്കി ഇവിടെ വെച്ച് മാഡത്തിനെ കാണിക്കും. അങ്ങനെയാ വിനിഷ പറഞ്ഞത്. കീർത്തി കൊറിയോഗ്രാഫി ചെയ്ത ഡാൻസ് മാഡം ഒരിക്കലും കാണരുത്. എങ്കിൽ പിന്നെ അവർക്ക് അവസരം കൊടുക്കാൻ കഴിയില്ലല്ലോ. മാഡം അത് കാണുമല്ലോ. ആ പെൻഡ്രൈവ് കൈക്കലാക്കിയാ പിന്നെ എങ്ങനെ കാണും? അത് ശരിയാണല്ലോ. അതെങ്ങനെ കൈക്കലാക്കും? കീർത്തിയുടെ ഡാൻസ് ട്രൂപ്പിലെ വിനീഷ ഇളയമ്മയുടെ ശിഷ്യാണെന്നല്ലേ പറഞ്ഞത്? അവളെ വെച്ച് പെൻഡ്രൈവ് കൈക്കലാക്കാൻ പറ്റുമോ നോക്ക്. ആലോചിച്ച് നന്നായി ആസൂത്രണം ചെയ്യണം. അല്ലെങ്കിൽ പെൻഡ്രൈവ് കൈക്കലാക്കിയാലും അവര് വേറെ ഓപ്ഷൻ കണ്ടെത്തും. മനസ്സിലായി. മാഡം കീർത്തി കൊറിയോഗ്രാഫ് ചെയ്ത ഡാൻസ് ഒരിക്കലും കാണില്ലേ? അത് ഞാൻ തീരുമാനിച്ചു. മദിരാശി നീ കനവി എങ്ങനെയുണ്ട് പ്രവീൺ? നന്നായിട്ടുണ്ട് മാഡം. ഈ കൊറിയോഗ്രാഫി നിത്യ മാഡത്തിന് ഇഷ്ടപ്പെടും. ചേച്ചി ചേച്ചി സിനിമയിൽ അവസരം ഉറപ്പാ. പ്രവീൺ, ഇത് നന്നായിട്ട് ഷൂട്ട് ചെയ്ത് ഒരു പെൻഡ്രൈവിലാക്കി തരണം. എപ്പോ കിട്ടും? ഷൂട്ട് ചെയ്ത് എഡിറ്റ് ഒക്കെ ചെയ്തെടുക്കണ്ടേ, സമയമെടുക്കും. എന്തായാലും വൈകാതെ തന്നെ കിട്ടണം. അറിയാലോ, ഇത് നിത്യ മാഡത്തെ കാണിക്കാനുള്ളതാ. പെൻഡ്രൈവിലാക്കി രാഹുലിന്റെ വീട്ടിലെത്തിക്കണം. വീട്ടിൽ ആഘോഷമൊക്കെ നടക്കല്ലേ, അതിന്റെ തിരക്കിലായിരിക്കും ഞാൻ. മാഡം, ഞാനൊരു അല്പം ബിസിയാ. മാഡം ആരെങ്കിലും സ്റ്റുഡിയോയ്ക്ക് ഒന്ന് അയച്ചാ ആ പെൻഡ്രൈവ് ഞാൻ കൊടുത്തുവിടായിരുന്നു. അയ്യോ, ഞാൻ വരുമ്പോ വാങ്ങിക്കോളാം മാഡം. പ്രവീണിന്റെ സ്റ്റുഡിയോയ്ക്ക് അടുത്ത എന്റെ വീട്. അത് മതി. കൃത്യസമയത്ത് തന്നെ കൊടുത്തു വിട്ടേക്കണേ പ്രവീൺ. അറിയാലോ ഇതിന്റെ സീരിയസ്നെസ്. അറിയാം മാഡം. പെൻഡ്രൈവ് കൊടുത്തിട്ട് ഞാൻ പോകും. ശരി, ഓക്കെ പ്രവീൺ. പിന്നെ എല്ലാവരും നേരത്തെ തന്നെ വീട്ടിലെത്തണം കേട്ടോ. വലിയ ഫംഗ്ഷൻ ഒന്നുമില്ല, എങ്കിലും രാഹുലിന്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ വരണം. വരാം മാഡം. എന്താ രാഹുൽ മൊത്തം വേർപ്പാ? അതെനിക്ക് ഇഷ്ടമാ. ആരെങ്കിലും കണ്ട നമ്മുടെ നാടകം പൊളിയും. എങ്കിൽ ഇങ്ങോട്ടോ കൊണ്ടുവന്ന് രാഹുൽ വീട്ടു ചോദിക്കട്ടെ, എവിടെ വരെ എത്തി ബർത്ത്ഡേ ഒരുക്കങ്ങളൊക്കെ? അതല്ലല്ലോ കാര്യം. നിന്റെ ഒരു എവിടം വരെ എത്തി? ഒക്കെ കഴിഞ്ഞു. എനിക്ക് ആത്മവിശ്വാസം ഉണ്ട്. നന്നായിട്ട് കൊറിയോഗ്രാഫി ചെയ്തില്ലെങ്കിൽ നിന്റെ ചെവിക്ക് പിടിക്കും ഞാൻ. നന്നായിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. അതിന്റെ പെൻഡ്രൈവോടെ ഞാൻ ഒന്ന് കണ്ടു നോക്കട്ടെ. പെൻഡ്രൈവ് കയ്യിൽ കിട്ടിയിട്ടില്ല. അല്പം മുമ്പ് ഷൂട്ട് ചെയ്ത് പോയതേ ഉള്ളൂ. ഗസ്റ്റ് വരുന്നതിന് മുമ്പ് കിട്ടില്ലേ? പിന്നല്ലാതെ, അതിനു വേണ്ടിയല്ലേ ഇത് ചെയ്തു തന്നെ. നിന്നെ അവഗണിച്ചവർക്ക് മുമ്പില് നീ ജയിക്കണം. അതിന്റെ ആഘോഷ ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതെന്റെ വാശിയാ. അതെ,
ഇവിടെ അധികം നിൽക്കണ്ട. അതെ, വരുന്ന അതിഥികൾ നിന്റെ പഴയ ചരിത്രം ഒന്നും അറിയണ്ടെന്ന് കരുതിയിട്ടാ എന്റെ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുന്നത്. എന്ന് വെച്ച് എപ്പോഴും എന്റെ കൂടെ നടക്കണമെന്നില്ലാട്ടോ. നീ എന്തിനാണ് കരയുന്നത്? നീയല്ലേ എന്നെ ചതിച്ചത്, ഞാനല്ലേ കരയേണ്ടത്? ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നില്ല. അല്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പങ്കെടുക്കാം. എന്നെ മുട്ടി ഒരുമി നിൽക്കണ്ടെന്നേ പറഞ്ഞോളൂ. അല്ല പിന്നെ നീ ആ പറഞ്ഞത് നന്നായി മോനെ. അവള് മാത്രമല്ല, അവളുടെ കൊച്ചിനെയും കൂടുതൽ അടുപ്പിക്കരുത്. കൊച്ചിനെ മുറിയിൽ തന്നെ ഇരുത്താൻ പറഞ്ഞിരിക്കുക ഞാൻ. ആളുകൾ ഇത് ഏത് കൊച്ചാൻ ചോദിക്കില്ലേ? ഓക്കെ, നാട്ടുകാരറിഞ്ഞ അതെനിക്ക് ഓർക്കാൻ കൂടി വയ്യ. വിഷമിക്കാതെ മോനെ, ഈ ഫംഗ്ഷനൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. ചിലത് തീരുമാനിച്ചിട്ടുണ്ട് ഞാനും രവിയേട്ടനും. ഫംഗ്ഷൻ കഴിയുന്നതോടെ എന്ത് തീരുമാനിക്കാനാ? അവള് ചെയ്യുന്ന കൊറിയോഗ്രാഫി ഗസ്റ്റിന് ഇഷ്ടപ്പെടും, കീർത്തി സിനിമയിൽ കയറും, അത്ര തന്നെ. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകില്ല. അവള് ചെയ്തത് ഗസ്റ്റിന് ഇഷ്ടപ്പെടലേ എന്ന് എന്റെ പ്രാർത്ഥന. എന്റെ നീ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോടാ? തമാശക്കര എവിടെയോ എന്തോ ഒരു എന്തിനാണ് ടീച്ചർ എന്നെ കാണണമെന്ന് പറഞ്ഞത്? കീർത്തി കൊറിയോഗ്രാഫ് ചെയ്ത ഡാൻസ് എഡിറ്റ് ചെയ്തോ? ചെയ്തോണ്ടിരിക്കുന്നു. വൈകുന്നേരം തരാന്നാ പറഞ്ഞത്. കീർത്തി ചേച്ചി തിരക്കില്ല. പ്രവീൺ ചേട്ടൻ ഒരു യാത്രയിലാണുള്ളത്. ഈവനിങ് പെൻഡ്രൈവ് എന്നോട് വാങ്ങി വെക്കാനാ പറഞ്ഞിരിക്കുന്നേ. എന്റെ ദൈവമേ, നീ എന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരികയാണല്ലോ. എന്താ ആലോചിക്കുന്നേ? ഇതെന്റെ സ്വർണ്ണ വളയ. ഇത് വിനീഷ വെച്ചു. ഇത് വെച്ചോ നീ. നിനക്ക് സ്വർണത്തോട് ഒരിത്തിരി താല്പര്യ കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. അന്ന് നീ മോഷ്ടിച്ച വള നിന്നിൽ നിന്ന് വാങ്ങി ഞാൻ അവക്ക് നൽകിയില്ലേ? അതിന് പകരം ഒന്ന് കൂട്ടിക്കോ. പിന്നെ നീ എനിക്ക് ഗുരുദക്ഷിണയൊന്നും തന്നിട്ടില്ല, ഞാനൊട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്റെ സാഹചര്യമൊക്കെ ടീച്ചർക്ക് അറിയാലോ. ഇന്ന് ഞാൻ നിനക്ക് യാതൊരു ചെലവുമില്ലാത്ത ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടാ സാധിച്ചു തരുമോ? എന്താ ടീച്ചർ? കീർത്തി ചെയ്ത ഡാൻസിന്റെ പെൻഡ്രൈവ് നീയാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? നീ അത് വാങ്ങിക്കണം. പക്ഷേ കീർത്തിക്ക് കൊടുക്കരുത്, അതെനിക്ക് തരണം. പകരം ഞാൻ നിനക്ക് ഒരു സിനിമയുടെ പെൻഡ്രൈവ് തരും. അത് നീ കീർത്തിക്ക് നൽകണം. പ്രവീൺ നൽകിയ പെൻഡ്രൈവ് ആണെന്ന് നീ പറഞ്ഞു നൽകണം. പിന്നെ പ്രവീൺ യാത്ര പോകുന്നല്ലേ പറഞ്ഞത്? അവൻ യാത്ര പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നീ പെൻഡ്രൈവ് കീർത്തിക്ക് നൽകാവൂ. കീർത്തി വിളിക്കുമ്പോഴേക്കും അവൻ എത്തേണ്ടടുത്ത് എത്തും. പിന്നെ കോപ്പി ചെയ്ത് കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. ഹാപ്പി ബർത്ത്ഡേ രാഹുൽ. താങ്ക് യു. മറ്റു രണ്ടുപേരും അവിടെ വരം കൂട്ടി വരാനല്ലേ പറഞ്ഞു? തിരക്കിപ്പെട്ടു. നിങ്ങൾ കയറിയിരിക്കും. അകത്തേക്ക് ഇരിക്കൂട്ടോ. നിത്യ മാഡം അവിടുന്ന് പുറപ്പെട്ടോ? വിളിച്ചിരുന്നോ? മാഡം ഇപ്പൊ ഇവിടെ എത്തും. താൻ കൊറിയോഗ്രാഫി ചെയ്ത ഡാൻസിന്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? പെൻഡ്രൈവ് ഒക്കെ കിട്ടിയോ? ഇപ്പൊ കിട്ടും.
വിനീഷ വരുമ്പോ പെൻഡ്രൈവ് വാങ്ങിയിട്ട് വരും. എല്ലാം നന്നായിട്ടുണ്ടാവുമല്ലോ അല്ലേ? കൊള്ളാന്നാ തോന്നുന്നേ. എന്റെ 1 വയസ്സ് കൂടുന്ന ദിവസം മാത്രമല്ല ഇന്ന്, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടി. നീ കൊറിയോഗ്രാഫി ചെയ്തത് നിത്യമേമന് ഇഷ്ടപ്പെട്ട, നീ രക്ഷപ്പെട്ടു. നിനക്കറിയാലോ, ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ സംഘടിപ്പിച്ച തന്നെ അതിനു വേണ്ടിയാ. എല്ലാവരെയും നിന്റെ പെർഫോമൻസ് കാണിക്കണം. നിന്നെ തഴഞ്ഞവർക്ക് മുമ്പിൽ വെച്ച് തന്നെ നിത്യ മേഡം തന്നെ പുണരണം, സിനിമയിലെടുത്തായിട്ട് പ്രഖ്യാപിക്കണം. അതെന്റെ വാശിയാ. ഈ വാശിയിൽ നമ്മൾ വിജയിക്കും രാഹുൽ. പിന്നെ ഈ തിരക്കിനിടയിൽ നമ്മുടെ അഭിനയം മറക്കരുതിട്ടോ. വീട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ശത്രുക്കളാ. ഇങ്ങനെ മുട്ടുരുമ്പി നിക്കണമെന്നില്ല. നാട്ടുകാർക്ക് മുമ്പിൽ ഒന്നും അറിയിക്കണ്ടെന്ന് കരുതിയിട്ടാ കൂടെ നിന്നോളാൻ പറഞ്ഞേ. അതിപ്പോ നീ അവസരമായിട്ട് കരുത്. ഓ, മുട്ടുരുമി നിക്കേണ്ട ഒരാള്. ഹായ്, ഞാൻ വൈകിയോ? ഏയ്, മാഡം കൃത്യസമയത്ത് തന്നെ എത്തി. ഞാനിവന്റെ മുത്തച്ഛനാ. രാഹുല് പറയാറുണ്ട് ആ പഴുത്തൊലിയിട്ട്. അതെ, അയാളല്ലേ. വരൂ മാഡം, അകത്തേക്ക് ഇരിക്കാം. ഞാൻ എപ്പോ കാണുമ്പോഴും നിങ്ങൾ രണ്ടുപേരും ഒട്ടിപ്പിടിച്ചോണ്ടാണല്ലോ. കല്യാണം കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ തന്നെയാണോ? കല്യാണത്തിന് മുമ്പേ ഇങ്ങനെ തന്നെയാ. മാഡം അകത്തേക്ക് ഇരിക്കാം. ആ രാഹുൽ, എനിക്കിന്ന് മുംബൈ വരെ പോണം. വൈകാതെ എന്നെ വിട്ടേക്കുമല്ലോ അല്ലേ? തീർച്ചയായും. ഇവിടെ അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല. ഒരു കേക്ക് കട്ട് ചെയ്യണം. ഞാൻ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത വീഡിയോ കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇറങ്ങുന്നു, അത്ര തന്നെ. വരൂ. വരൂ. നമസ്കാരം. നമസ്കാരം. മാഡം, ഇവരൊക്കെയാണ് എന്റെ കുടുംബം. ഇത് ഏട്ടൻ, അമ്മ. എല്ലാരെയും എനിക്കറിയാം, പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. രാഹുല് പറഞ്ഞിട്ടും ഫോട്ടോ കാണിച്ചു തന്നിട്ടൊക്കെ ഉണ്ടല്ലോ. മാഡം, ഞാനൊരു സെൽഫി എടുത്തോട്ടെ? അതിനെന്താ? വന്ന് കേറിയില്ല, അതിനു മുമ്പേ. അത് സാരില്ല. വാ, ഇങ്ങോട്ട് വാ, നിക്ക്. നമുക്ക് പിന്നെ എടുക്കാം. ലൈറ്റ് അങ്ങോട്ട് ശരിയാവുന്നില്ല. മാഡം, ഒരു സെൽഫി എടുത്തോട്ടെ? ആ, ഇതാ വന്നല്ലോ. അന്ന് ഉദ്ഘാടനത്തിന് വന്നപ്പോ എടുത്തത് പോരെ? കീർത്തിയുടെ കയ്യിൽ കൊടുക്കേണ്ട പെൻഡ്രൈവ് കിട്ടിയോ? കിട്ടി. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ചുമ്മാ ഇരിക്കടി, പേടിക്കാനൊന്നുമില്ല. അതെ, പ്രവീൺ തന്നതാണെന്നും പറഞ്ഞ് ഈ പെൻഡ്രൈവ് നീ കീർത്തിക്ക് കൊടുക്കണം. ഇതിലെന്താ? ഒരു സിനിമയോ? പെൻഡ്രൈവ് തരുമ്പോ പ്രവീണിന് മാറിപ്പോയെന്ന് കരുതും. അവനാണെങ്കിൽ സ്ഥലത്തുമില്ല. ഇന്ന് അവള് കൊറിയോഗ്രാഫി ചെയ്ത ഡാൻസ് മാഡം കാണില്ല. അവക്ക് സിനിമയിൽ അവസരമൊന്നും കിട്ടില്ല. നീ ചെല്ല്. പെൻഡ്രൈവിനായിട്ട് അവള് നിന്നെ വെയിറ്റ് ചെയ്യായിരിക്കും.
ഇനി അവളുടെ പെർഫോമൻസ് എനിക്കൊന്ന് കാണണം. തന്റെ തമാശ കേട്ടാൽ ആരും ഇരുന്നു പോകും. എന്റെ ഫ്ലൈറ്റ് ടൈമിന്റെ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കേണ്ടല്ലോ. കറക്റ്റ് സമയത്തിന് മേഡം എയർപോർട്ടിലെത്തും. പോരെ? ഞാനൊരു സെൽഫി എടുക്കട്ടെ? പിന്നെന്താ, ചിന്നുവിന്റെ ഒരു കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ. എടുത്തോ. ഞാൻ എടുക്കാം. അങ്കിള് കൂടി നിക്ക്. മമ്മി എവിടെ പോയി? മമ്മിയും കൂടി വേണമായിരുന്നു. അമ്മ തിരക്കില്ല, നിങ്ങൾ എടുക്ക്. താങ്ക് യു ആന്റി. ഏതായി മിടുക്കി? കീർത്തിയുടെ ഒരു ബന്ധുവിന്റെ മകളാ, ചെന്നൈയിലാ. ഓ, കിട്ടുന്നില്ലല്ലോ. ഞാൻ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തെ? അയ്യോ, ഞാനത് മറന്നു. എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു. പ്രവീണിന്റെ അടുത്തുനിന്ന് പെൻഡ്രൈവ് വാങ്ങിയായിരുന്നോ? പിന്നെ വാങ്ങാതെ പ്രവീൺ എഡിറ്റ് ചെയ്ത് കഴിയാൻ സമയമെടുത്തു. അതാ ഞാൻ വൈകിയത്. അല്ല, എവിടെ പെൻഡ്രൈവ്? ഒന്ന് കണ്ടു നോക്കാൻ പോലും സമയം കിട്ടിയില്ല. നന്നായിട്ടുണ്ടെന്നാ പ്രവീൺ പറഞ്ഞത്. നിത്യ മേഡത്തിന് ഇഷ്ടാവും. ചേച്ചിക്ക് സിനിമയിൽ അവസരം ഉറപ്പാ. കീർത്തി വലിയ പ്രതീക്ഷയല്ലേ? ഞാനൊന്ന് കാണട്ടെ. ആഹാ, സംസാരിച്ചിരുന്നാ മതിയോ? കേക്ക് കട്ട് ചെയ്യണ്ടേ? ഇതൊന്ന് പറഞ്ഞു കേൾക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് അവൻ ബാക്കിയെല്ലാം. ഇനി എന്താ താമസം? കേക്ക് കട്ട് ചെയ്യും മോനെ. കട്ടേ രാഹുൽ. Happy birthday to you. 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 എന്തൊരു കൺഫ്യൂഷൻ. തൊട്ടുരുമ്പ് നിൽക്കുന്ന ആൾക്ക് തന്നെ കൊടുത്തോളൂ. അതെ. ഞാൻ എടുത്തോ. മതി.
ഇനി കീർത്തി കൊറിയോഗ്രാഫി ചെയ്ത ഡാൻസ് പ്രോഗ്രാം കാണാം അല്ലേ? ഒക്കെ മാഡത്തിന്റെ ഇഷ്ടം. എല്ലാവർക്കും അറിയാലോ അല്ലേ ഞാൻ കീർത്തിക്ക് ഒരു ഓഫർ കൊടുത്തിട്ടുള്ള കാര്യം? അറിയാം. കീർത്തി കോറിയോഗ്രാഫി ചെയ്ത ഡാൻസ് മാഡത്തിന് ഇഷ്ടപ്പെട്ട, മാഡം അഭിനയിക്കുന്ന പുതിയ സിനിമയില് കീർത്തിക്ക് കോറിയോഗ്രാഫി ചെയ്യാനുള്ള അവസരം നൽകുന്നല്ലേ? അതെ മാഡം, മിടുക്കിയാണ് കീർത്തി. കീർത്തിയുടെ ഡാൻസ് മാഡത്തിന് ഇഷ്ടമാവും. കണ്ടു നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം ഇഷ്ടാവോ ഇല്ലയോന്ന്. കീർത്തി റെഡിയല്ലേ? റെഡിയാണ് മാഡം. എല്ലാവരും വന്നല്ലോ അല്ലേ? എന്താ ഇത്? അച്ഛനും അമ്മയും എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഇവിടെ ഇരുന്നാലും കാണാമല്ലോ. വരൂ ഇങ്ങോട്ടിരിക്കൂ, മരുമകളുടെ പെർഫോമൻസ് അല്ലേ? ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അവളുടെ ഒരു കൊറിയോഗ്രാഫി നിങ്ങൾ കണ്ടോ? എല്ലാം കൊള്ളായിരിക്കും. മാഡത്തിന് ഇഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. എന്താ ഇത്? ഇത് സിനിമയല്ലേ? ഇതാണോ കീർത്തി ചെയ്ത ഡാൻസ് കൊറിയോഗ്രാഫി? എന്താ കീർത്തി, പെൻഡ്രൈവ് മാറിപ്പോയോ? ഇതെന്നെ പെൻഡ്രൈവ്. നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. കീർത്തി ഒന്നുകൂടെ ചെക്ക് ചെയ്യൂ, സമയം പോകുന്നു. മാഡം ഒരു 2 മിനിറ്റ്, ഞാൻ പെട്ടെന്ന് വരാം.
പ്ലേ ചെയ്യുന്നതിന് മുമ്പ് പെൻഡ്രൈവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കായിരുന്നില്ല കീർത്തി? വിനിഷയെ പെൻഡ്രൈവ് വാങ്ങാൻ ഏൽപ്പിച്ചത് വൈകിയ എന്റെ കയ്യിൽ കിട്ടിയത്. അപ്പോഴേക്കും നിത്യ മാഡം വന്നു. പിന്നെ മാഡത്തിനൊപ്പം ആയിരുന്നില്ലേ? നല്ലൊരു അവസരം കളഞ്ഞു വെച്ചു. ഇതൊന്നും എന്റെ തെറ്റല്ലല്ലോ രാഹുൽ, സംഭവിച്ചു പോയതല്ലേ. ശത്രുക്കൾക്ക് ചിരിക്കാനൊരു അവസരം കിട്ടി. ഞാൻ വിനിഷയോടൊന്ന് ചോദിക്കട്ടെ. എന്താ ചേച്ചി? നിന്നെ പ്രവീൺ ഏൽപ്പിച്ച പെൻഡ്രൈവ് തന്നെയല്ലേ എനിക്ക് തന്നത്? അതെ. പെൻഡ്രൈവ് നീ മറ്റാർക്കെങ്കിലും കാണാൻ കൊടുത്തിരുന്നോ? പിന്നീട് അവരെ തിരികെ തന്നപ്പോ മാറിപ്പോയതായിരിക്കോ? ഇല്ല ചേച്ചി, ഞാൻ മറ്റാർക്കും പെൻഡ്രൈവ് കൈമാറിയിട്ടില്ല. പ്രവീൺ ചേട്ടൻ തന്ന പെൻഡ്രൈവ് തന്നെ ഇത്. ഇനി പ്രവീണിന് മാറിപ്പോയതായിരിക്കോ? പ്രവീണിന്റെ ഫോണില് കിട്ടുന്നില്ല. പുറത്തെവിടെയോ യാത്ര ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇനി പോയി കാണുമോ? അങ്ങനെ ഓർപ്പിക്കാൻ പറ്റില്ല. അവന്റെ സ്റ്റുഡിയോ അറിയോ കീർത്തിക്ക്? ആ അറിയാം. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. പെൻഡ്രൈവ് മാറിയതായിരിക്കും, ഒറിജിനൽ അവിടെ തന്നെ ഉണ്ടാവും. ഇനി മിസ്സായെങ്കിലും പ്രശ്നമില്ല, എഡിറ്റ് ചെയ്തൊക്കെ അവന്റെ സിസ്റ്റത്തിൽ കാണുമല്ലോ. നമുക്ക് കോപ്പി ചെയ്തെടുക്കാം, എന്നിട്ട് നിത്യമേടത്തിന് കാണിക്കാം. നമ്മള് രണ്ടുപേരും പോയാൽ ശരിയാവില്ല. രാഹുൽ മാഡത്തിന്റെ അടുത്ത് നിൽക്ക്. പോകാൻ ധൃതിയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ വരുന്നത് വരെ ഒന്ന് പിടിച്ചു നിർത്ത്. ഞാൻ പോയിട്ട് വരാം. അതെ, ഇപ്പോഴെങ്ങാനും ഡാൻസ് പ്ലേ ചെയ്യോ? അല്ല, കാണാൻ കൊതിയായിട്ട് നിൽക്ക്. കീർത്തി ആദ്യമായി ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്ന സിനിമയുടെ പേരെന്താ? അത് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. നന്നായി, അവളുടെ അഹങ്കാരത്തിലുള്ള ശിക്ഷ കിട്ടിയത്. അല്ല, നീ എന്താ ഇവിടെ? ഞാൻ കുറച്ചു മുമ്പ് ഇങ്ങനെയല്ലല്ലോ സംസാരിച്ചത്. അതൊരു നമ്പറല്ലേ, അവളെ വെറുപ്പിക്കാതിരിക്കാൻ. നല്ലൊരു അവസരം കിട്ടിയതായിരുന്നു പാവത്തിന്, അത് നഷ്ടമായി. അവക്ക് അങ്ങനെ തന്നെ വേണം. കീർത്തി ചേച്ചി പ്രവീണിനെ തേടി പോയിരിക്കുക. അയാൾ യാത്രയിലാവും. കീർത്തി ചേച്ചിക്ക് ഇനി ഒരു രക്ഷയില്ല. ഈ ഗ്യാപ്പിൽ ഞാൻ കൊറിയോഗ്രാഫി ചെയ്ത ഒരു ഡാൻസ് മാഡത്തെ കാണിക്കും. അവർക്ക് ഇഷ്ടമായെങ്കിൽ സിനിമയിൽ എനിക്ക് അവസരം തരും. ഞാനത് ചോദിച്ചു വാങ്ങും. കീർത്തി തിരികെ വരുമ്പോ കേൾക്കുന്നത് അവളെ കരയിപ്പിക്കുന്ന ഈ വാർത്തയായിരിക്കും. കിട്ടുന്നില്ലല്ലോ. രാഹുൽ, സമയം വൈകുന്നു. ഞാൻ പോവാം. നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. കീർത്തിയോട് പറഞ്ഞേക്കോ? മാഡം പ്ലീസ്, ഫ്ലൈറ്റ് മിസ്സാവില്ല. കീർത്തി പെട്ടെന്ന് തന്നെ വരും. എന്തായാലും ഇന്ന് മാഡത്തിന് മുമ്പിൽ അവള് കൊറിയോഗ്രാഫി ചെയ്ത ഡാൻസ് കാണിക്കാൻ പറ്റും. പെൻഡ്രൈവ് കിട്ടും. ഇനി അത് മിസ്സായെങ്കിൽ തന്നെ കോപ്പി എടുക്കാലോ. അതിനുവേണ്ടിയാ കീർത്തി പോയത്. മാഡം മുംബൈ പോയി കഴിഞ്ഞാൽ പിന്നെ തിരക്കായിരിക്കും, എല്ലാം മറക്കും, കാണാനൊന്നും പറ്റില്ല. അതും ശരിയാണ്. തിരക്കിട്ട നാളുകളാണ് ഇനി മുന്നിലുള്ളത്. സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ, കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തണം, സമയം നഷ്ടപ്പെടുത്തരുത്. അത് ശരിയാ. പിന്നെ ഈ വീട്ടിലെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ മാഡം കീർത്തിയുടെ പെർഫോമൻസ് കാണണമെന്നും അവളെ സിനിമയിൽ സെലക്ട് ചെയ്യണമെന്നുള്ളതും എന്റെ ഒരു ആഗ്രഹവും വാശിയാ. ഞാൻ പറഞ്ഞിരുന്നല്ലോ മാഡം. അത് ശരിയാണ്.
പക്ഷെ അതിന് കഴിയുന്നില്ലല്ലോ. കഴിയും മാഡം. കീർത്തി പെൻഡ്രൈവായിട്ട് ഇപ്പൊ എത്തും. മാഡത്തിന് ഭക്ഷണമൊക്കെ ഇഷ്ടായോ? ഭക്ഷണം കഴിക്കാനല്ലല്ലോ മുത്തശ്ശൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. രാഹുൽ, കീർത്തി പെട്ടെന്ന് വരുമല്ലോ അല്ലേ? വരും. എന്റെ ഫ്ലൈറ്റ് ടൈമിന്റെ കാര്യം ഓർമ്മിപ്പിക്കണ്ടല്ലോ. കുറച്ച് സമയം കൂടെ ഞാൻ വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ കീർത്തി വന്നില്ലെങ്കിൽ ഞാൻ പോകും കേട്ടോ. മാഡം, ഞാനൊരു ഡാൻസർ കേട്ടോ. അറിയാം. കീർത്തിക്കൊരു അവസരം കൊടുക്കുവാന് മാഡം ആഗ്രഹിച്ചത്. അവളുടെ അശ്രദ്ധക്കുറവ് കാരണം അത് നഷ്ടപ്പെടുത്തി. അങ്ങനെ പറയാൻ പറ്റില്ല. പെൻഡ്രൈവായിട്ട് കീർത്തി ഇപ്പൊ വരുമല്ലോ. ഓ, എനിക്ക് തോന്നുന്നില്ല അതിന് കിട്ടുമെന്ന്. എന്തായാലും മാഡം വെയിറ്റ് ചെയ്യാ. ഞാൻ കൊറിയോഗ്രാഫി ചെയ്ത ഒരു ഡാൻസ് മാഡത്തിന് കാണാൻ പറ്റൂ? ഇഷ്ടപ്പെട്ട എനിക്ക് സിനിമയിൽ ഒരു അവസരം തരണം. കണ്ടു നോക്ക് മാഡം, മാഡത്തിന് ഇഷ്ടമാവും. രാഹുൽ എന്തു പറയുന്നു? രാഹുൽ, അവൻ സമ്മതിച്ചു. എന്നെ പ്ലേ ചെയ്തോളൂ. ഞാൻ ഇപ്പൊ ചെയ്യാവേ. കീർത്തിക്കായി കരുതി വെച്ചത് അനുപമ കൊണ്ടുപോകും, കണ്ടോളൂ. അദ്ഭുതமான അഴകനടി സ്തുതിയൽബர்கள் கருள் செய்வும் குழகனடி மோகன நடை நடைந்த അയ്യോ, സ്റ്റുഡിയോ അടച്ചോ? എക്സ്ക്യൂസ് മീ, എന്താ? ഈ സ്റ്റുഡിയോ നടത്തുന്ന പ്രവീണിന്റെ വീട് എവിടെയാണെന്നറിയോ? ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ പോയാൽ മതി. എന്റെ സുഹൃത്താ പ്രവീൺ. എന്താ മാഡം? കണ്ടിട്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അവൻ സ്ഥലത്തില്ലല്ലോ മാഡം. പ്രവീണിന്റെ സഹായികളുടെ ആരുടെയെങ്കിലും ഫോൺ നമ്പർ അറിയോ? വീട്ടിൽ അവന്റെ അമ്മയുണ്ടാവും. അമ്മയുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. പറയൂ. ഇതാ നമ്പർ. എന്താ മാഡം, വല്ല പ്രശ്നമുണ്ടോ? എന്റെ ഒരു ഡാൻസ് പ്രവീൺ ഷൂട്ട് ചെയ്തിരുന്നു. അതിന്റെ പെൻഡ്രൈവിന്റെ ആവശ്യത്തിന് വേണ്ടിട്ടാ. ഓ ശരി ശരി.